എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോൾ ഹോം സ്റ്റേ ചെയ്യാനായി കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പീച്ചും ബാങ്ങും ഒപ്പം ക്യാനും നിന്ന് സംസാരിക്കുന്നതാണ്. ആ ഒരു സമയം ഇവരിപ്പോഴും മൈക്രോവൻ യൂസ് ചെയ്ത് ഫുഡൊക്കെ ഇങ്ങനെ നൈസായിട്ട് ചൂടാക്കിയൊക്കെയാണ് കഴിക്കുന്നത്. അവിടെ അവർക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇല്ല. ഹോം ഇവരോട് അവിടെ സ്റ്റൗ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവരാകട്ടെ ഇങ്ങനെ നിൽക്കുന്ന സമയം ഹോം ആകട്ടെ കുറച്ച് ഫുഡുമായി അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് മൈക്രോവനിൽ വെച്ചൊന്നും ചൂടാക്കണ്ട, ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നവൻ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ ഓക്കെ ആണോ എന്ന് പീച്ചിനോടും ബാങ്ങിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, ഇവിടെ കുക്ക് ചെയ്യാൻ പോലും നീ സമ്മതിക്കില്ലല്ലോ, എന്നാലും ഞങ്ങൾക്കെന്ന് പറയാൻ ഒരു ഇടമില്ലാത്ത ഈ സ്ഥിതിയിൽ ഞങ്ങൾക്ക് ഇത് തന്നെ വലിയ കാര്യമാണെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നവൻ ഈ ഒരു സ്ഥലം അവന്റെ കുട്ടിക്കാലം തൊട്ടേ അവൻ നോട്ടം ഇട്ടിരുന്ന ഒരു ഇടമാണ്. മുത്തശ്ശന്റെ കൂടെ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ ഈ ഒരു സ്ഥലം എനിക്ക് തരണം മുത്തശ്ശൻ, ഞാൻ വലുതാവുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്നൊക്കെ അവൻ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുന്നവൻ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് അവിടെ അവന്റെ സ്റ്റാഫിനെ കൊണ്ട് ആ ഒരു സ്റ്റൗ ഒക്കെ എത്തിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ അടുപ്പൊന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ അവർക്ക് വേണ്ടി അടുപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് കണ്ട് എന്താ പെട്ടെന്ന് ഒരു മാറ്റം ഒന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പിന്നില് ഹോമിന്റെ എന്തെങ്കിലും കൊനിഷ്ഠ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് അവൻ അങ്ങനെ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ഹോമാകട്ടെ ഞാൻ നിങ്ങളോട് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്, നിങ്ങളോട് ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്താലെന്നായിരുന്നു ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹോമിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സാധാരണ അവൻ ഒറ്റയ്ക്കിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അവനങ്ങനെ കൂടെ കഴിക്കാനായി വീട്ടിലും ആരുമില്ല, ഇവിടെ അങ്ങനെ കൂട്ടുകാരുമില്ല. അതുകൊണ്ട് തന്നെ അവനിത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലും പീച്ചും ഹോമും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹോമിന്റെ അങ്കിളും ആ ഒരു ലോയറും സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർക്കിടയിൽ നടക്കുന്ന കോൺവെർസേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാകുന്നില്ല. പക്ഷെ എന്തോ വളരെ ഗൂഢമായി അവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അങ്കിൾ കഥയിലെ വലിയൊരു വില്ലനായി ഹോമിന് വലിയൊരു പാരയായി വരാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെ ഈ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ തന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലുള്ള പ്രേതബാധ ഒഴിപ്പിക്കാനായി ഹോം ഇവരെയും കൊണ്ടുപോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ ഹോമിന്റെ എല്ലാ പ്രോപ്പർട്ടീസിലും പ്രേതബാധ ഉണ്ടോന്ന് തോന്നില്ലേ? എന്ത് ചെയ്യാനാ, കഥയിലെ ചോദ്യമില്ലല്ലോ. അങ്ങനെ അവിടെ ചെല്ലുന്ന ടീം പീച്ചിന് പക്ഷെ അവിടെ ഒരു പ്രേതത്തിന്റെ സാന്നിധ്യം ഫീൽ ആവുന്നില്ല. അവനത് പറയുമ്പോൾ ഇല്ല ഇവിടെ പ്രേതം ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാന്നും പറഞ്ഞ് അവർ അവിടെ തന്നെ അന്ന് തമ്പടിക്കുന്നുണ്ട്. ആ സമയം ടോയ്ലറ്റിലേക്ക് ബ്രഷ് ചെയ്യാനായി പോകുന്ന ക്യാനിന്റെ അലർച്ചയാണ് അവർ കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ പല്ല് തേക്കാനായി കണ്ണാടിയുടെ മുന്നിൽ നിന്ന ക്യാൻ റിഫ്ലക്ഷനിൽ ഒരു പ്രേതത്തെ കണ്ടെന്നും അതിനെ തുടർന്ന് പേടിച്ച് അലമുറയിട്ടതാണെന്നും മനസ്സിലാവുന്നു. ഇത് കേൾക്കുന്ന പീച്ചിന് ഒരു ഡൗട്ട്, പീച്ചിന് മാത്രമല്ല ഈ കൂട്ടത്തിൽ പ്രേതത്തെ കാണാൻ സാധിക്കൂ, എന്നിട്ടും ക്യാൻ എങ്ങനെ കണ്ടു എന്നത്. ഇവിടുത്തെ വല്ലാത്തൊരു ശബ്ദം എല്ലാവർക്കും കേൾക്കാം. ശബ്ദം പിന്തുടർന്നവർ ചെല്ലുമ്പോൾ അവിടെ ഒരു കണ്ണാടിയില് രക്തം കണക്ക് എന്തോ ഒന്നുകൊണ്ട് പുറത്തേക്ക് പോകുന്ന എഴുതിയിരിക്കുന്നതാണ് കാണുന്നത്. കൂടാതെ ഒരുപാട് രക്തം ഒഴുകുന്ന കണക്കും അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് താൻ പൊതുവെ കാണുന്ന പ്രേതത്തെ കണക്കെയല്ല, എന്തോ ഒന്ന് വ്യത്യാസമായിട്ടുണ്ടെന്ന് പീച്ചിന് തോന്നിയിരുന്നു. എന്തായാലും അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് ഓടും മുന്നേ തന്നെ പാങ് ആകട്ടെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കാനായി കുറച്ച് എക്സ്ട്രാ ആകാംക്ഷയിൽ അവിടെ നിൽക്കുമ്പോഴേക്കും ആ സ്റ്റാൻഡ് അവളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്നു. അപ്പോഴേക്കും പീച്ച് അവളെ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിലും സാരമായി അവൾക്ക് പറ്റിയില്ലെങ്കിലും അവൾ മറിഞ്ഞു വീണിരുന്നു. രക്ഷപ്പെടുത്താൻ വന്ന പീച്ചും ചെറുതായി അതിൽ പരിക്കേറ്റിരുന്നു. ഹോമും ക്യാനും ഒക്കെ എത്തിയാണ് ഇവരെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവരിവിടെ നിന്ന് ഓടിപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ആ വീടിന്റെ അകത്ത് ഒരു കാര്യം പീച്ചിന് മനസ്സിലായി. താൻ ഇപ്പോ ഹോമിന്റെ കൂടെ കൂടി എൻകൗണ്ടർ ചെയ്തിട്ടുള്ള പ്രേതങ്ങളെ പോലെ ഒന്നുമല്ല ഈ ഒരു പ്രേതം, ഇത് വളരെ ഡിഫറെന്റ് ആണ് എന്നത്. ഈ സമയത്ത് പീച്ച് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അവൻ ആ ഒരു വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് ആ ഒരു പ്രേത രൂപത്തെ കണ്ടിരുന്നു. പക്ഷെ ആ രൂപത്തിന്റെ തൊട്ടടുത്തായി ഒരു ചെറിയ പെൺകുട്ടിയുടെ പ്രേതത്തെയും കൂടി അവൻ കണ്ടിരുന്നു. അപ്പൊ രണ്ട് പ്രേതങ്ങളെ ഇത്തവണ നേരിടാനായിട്ട് ഉണ്ടോന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്തായാലും അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ മൂലം അവർ തോറ്റ് പിന്മാറാനായി തയ്യാറായില്ല. അടുത്ത ദിവസം ഇവർ പോകുന്നുണ്ട്. ഈ സമയം കഴിഞ്ഞ ദിവസം നടന്ന കണക്ക് തന്നെ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ വീണ്ടും പ്രേതത്തെ കാണുന്നു. കണ്ണാടിയിൽ രക്തം കൊണ്ട് പുറത്തേക്ക് പോകുന്നു എഴുതിയിരിക്കുന്നു, ചോര ഒഴുകുന്നു. അങ്ങനെ പല കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അവർ പതറാതെ അതിനെ ധൈര്യത്തോടെ നേരിടുന്നുണ്ട്. അങ്ങനെ നേരിടുന്ന സമയത്താണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവിടെ അവർ എൻകൗണ്ടർ ചെയ്തത് യഥാർത്ഥ പ്രേതത്തെയല്ല, മറിച്ച് പ്രേതം കണക്ക് അഭിനയിച്ച ഒരാളെയായിരുന്നു എന്നത്. ഒരു പ്രോപ്പർട്ടി ഹോമിന്റെ മുത്തശ്ശൻ വാങ്ങുന്നതിന് മുന്നേ ഇവരായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നവര്. ഇയാൾ ഒരു മനുഷ്യനായിട്ടും എന്തിനൊരു പ്രേതത്തെ കണക്ക് അഭിനയിച്ചു എന്ന് മനസ്സിലാവാതെ പീച്ച് അതിനെപ്പറ്റി അയാളോട് ചോദിക്കുന്നു. അയാളൊന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ മകളാണോ അതിന് കാരണം എന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. കാരണം ഇയാളുടെ കൂടെ ഒരു പ്രേതരൂപത്തെ, അതൊരു കൊച്ചു പെൺകുട്ടിയുടെ പ്രേതരൂപത്തെ പീച്ച് കണ്ടിരുന്നല്ലോ. അവൻ ആ ഒരു കാര്യം വെച്ച് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടുന്നില്ല. വളരെ സങ്കടത്തിൽ ആലോചിച്ചിരിക്കുന്ന അയാളെ കാണിച്ചുകൊണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇയാൾ ഒരു മജീഷ്യൻ ആയിരുന്നു. ഇയാൾ മകളുടെ കൂടെ ആയിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. മകൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകളെ വളരെ കെയറോട് കൂടിയാണ് അയാൾ നോക്കിയിരുന്നത്. മകൾക്കാകട്ടെ അച്ഛൻ ലൈഫിൽ വളരെ സക്സസ് ആയ ഒരാളായി മാറണം. അച്ഛൻ മജീഷ്യൻ ആണ്. അപ്പൊ എല്ലാവരും അറിയുന്ന, ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന വലിയൊരു മജീഷ്യനായി അച്ഛൻ മാറണം. അച്ഛൻ തന്റെ ഈ അസുഖം കാരണം തന്റെ പുറകെ നടന്ന് അച്ഛന്റെ കരിയർ സ്പോയിൽ ചെയ്യരുതെന്നൊക്കെ ആ കുട്ടിക്ക് വലിയ ആഗ്രഹമായിരുന്നു. മോളുടെ ആഗ്രഹം കണക്ക് തന്നെ അച്ഛൻ നല്ലൊരു മജീഷ്യനായി മാറുമെന്നും അയാൾ പറയാറുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു ദിവസം പുറത്ത് ജോലിക്ക് പോയിട്ട് മടങ്ങിയെത്തുന്ന ഈ മജീഷ്യൻ കാണുന്നത് അകത്ത് മരിച്ചു കിടക്കുന്ന മകളെയാണ്. മകളെ പൊന്നുപോലെ നോക്കാനായി ആഗ്രഹിച്ചിരുന്ന ഒരു അച്ഛൻ എന്ന രീതിക്ക്
വ്യക്തിക്ക് അയാളെ സംബന്ധിച്ച് അത് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. ഈ മകളുടെ മരണശേഷവും മകൾ തന്റെ കൂടെ തന്നെ ആത്മാവായി നിലകൊള്ളുന്നു എന്ന് ആ അച്ഛൻ വിശ്വസിച്ചിരുന്നു. ഈ ഒരു വീട്ടില് വേറെ താമസക്കാരൊന്നും വരാതിരിക്കാനായും തന്റെ മകളുടെ ഓർമ്മയിൽ താൻ ഇന്നും ഇവിടെ തന്റെ മരണം വരെ തുടരാനായും ഇവിടെ താൻ ഒരു പ്രേതമായ കണക്ക്, ഇവിടെ പ്രേതബാധയുള്ള കണക്ക് ഈ അച്ഛൻ വരുത്തി തീർക്കുകയായിരുന്നു എന്നത് ഇവർക്ക് മനസ്സിലാവുന്നു. ഈ ഒരു കാര്യം അയാൾ പറയുമ്പോഴേക്കും ഇവർക്ക് പാവം തോന്നുന്നുണ്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇയാൾ ഇങ്ങനെ ഒരു പ്രേതം കണക്ക് ഇവിടെ അഭിനയിച്ച് ജീവിക്കുന്നതോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നതോ ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ലോയറായ ക്യാൻ അയാളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായി നോക്കുമ്പോൾ ഞാൻ ഈ സ്ഥലം വിട്ട് പോയില്ല, എനിക്ക് ഇവിടെ വിട്ട് പോകാനായി മറ്റൊരു ഇടവും ഇല്ലാന്നായിരുന്നു അയാളുടെ മറുപടി. അതൊന്നും അല്ല ഇവിടെ കാര്യം. നിങ്ങൾ ഇവിടെ വരുന്നവരെ പേടിപ്പിച്ച് അവർക്ക് വല്ലതും സംഭവിച്ചാൽ അവരുടെ ജീവൻ ആര് ഉത്തരവാദിത്തം പറയുമെന്ന് ക്യാൻ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉള്ളവരെ ജീവഹാനി വരുന്ന രീതിയിൽ ഒരു രീതിയിലും ഉപദ്രവിക്കാറില്ല, മറിച്ച് ഞാൻ ജസ്റ്റ് അവരെ പേടിപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു എന്നല്ലേ ഉള്ളൂ. അത് ആർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത കാര്യമല്ലേന്ന് അയാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കണക്കല്ല, നിങ്ങൾ ഈ പേടിപ്പിക്കാൻ നോക്കി. ഇന്നലെ ദേ ഈ പീച്ചില്ലേ, ഇവൻ എന്റെ ഫ്രണ്ടാ, അവന് ഇന്നലെ പരിക്കേറ്റിരുന്നു, അറിയാവുന്നല്ല. പാങ്ങിനെ രക്ഷപ്പെടുത്താൻ പോയി പീച്ചിനും പരിക്കേറ്റിരുന്നല്ലോ. ആ ഒരു കാര്യത്തെ പറ്റി പീച്ചിനെ തന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വളരെ കാര്യമായി ഹോം സംസാരിക്കുമ്പോൾ പീച്ച് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. സാറില്ലെന്നൊക്കെ പീച്ച് പറയുന്നുണ്ടെങ്കിലും ഹോമിന് ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പാങ് ആകട്ടെ ഇതില് അയാളെ കുറ്റപ്പെടുത്തരുതെന്നും അയാൾ ഒരു അച്ഛനായതുകൊണ്ട് അയാൾ ആ രീതിയിൽ ചിന്തിച്ചു. അതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇതിലും വിയേർഡായ രീതിയിൽ പെരുമാറിയേനെ. അയാൾ കുറ്റപ്പെടുത്തരുത്, അയാളുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ പാങ് ഈ കാര്യത്തിൽ വളരെ ഇമോഷണൽ ആവുന്നു എന്നത് പീച്ച് മനസ്സിലാക്കുന്നുണ്ട്. പീച്ച് ആകട്ടെ എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടെത്തും, അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണമെന്ന് പറഞ്ഞ് അവൻ കുക്ക് ചെയ്യാനേ പോകുന്നു. ഈ ഒരു വീട്ടിൽ ആ ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവ് ഉണ്ടല്ലോ, ആ ഒരു മകളുടെ പ്രസൻസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ അച്ഛൻ അവിടെ വിട്ടു പോവാതെ ഇതൊരു പ്രേതാലയം കണക്ക് മാറ്റിയെടുത്ത് ഇവിടെ വേറെ ആരും വരാതെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ആത്മാവിന് ഇവിടെ നിന്ന് ശാന്തി നൽകി പറഞ്ഞു വിട്ടാൽ ഈ അച്ഛനും മൂവ് ഓൺ ചെയ്യുമെന്ന് പീച്ച് വിശ്വസിക്കുന്നുണ്ട്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് അതിന്റെ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കി അത് കുക്ക് ചെയ്യാന്ന് മാത്രമല്ല ആ അച്ഛൻ അവിടെ ആ ആത്മാവിന് വേണ്ടി ഒരു മാജിക് ഷോയും പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ഷോയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി ഹോമും ബാങ്ങും പീച്ചും ക്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി അവളുടെ അച്ഛന്റെ മാജിക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ മാജിക് കണ്ട് ആ ആത്മാവ് വളരെ സന്തോഷിക്കുന്നു. അങ്ങനെ ആ ഒരു ഷോ കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ കുട്ടിയുടെ ബെഡ് ഉണ്ടല്ലോ, അവൾ ആ ബെഡിൽ കിടന്നാണ് മരിച്ചതും. ആ ബെഡിന്റെ അവിടെ എത്തി ആ അച്ഛൻ കരയാണ്. കാരണം അവിടെ വെച്ചിരുന്ന ആ ഒരു പ്ലേറ്റ് ഫുഡ് അതേപടി അതിലുണ്ടെങ്കിലും അതില് ഈ മകള് ജീവിച്ചിരുന്ന സമയത്ത് മുട്ടയൊക്കെ കഴിക്കാനായി കൊടുക്കുമ്പോൾ അതിൽ ആ മഞ്ഞക്കൊരു ബുൾസൈ ഉണ്ടാക്കി ഇതിൽ നിന്ന് പൊട്ടിച്ചിങ്ങനെ ഒരു സ്റ്റാർ ഷേപ്പിലാക്കാറുണ്ടായിരുന്നു. അതേ കണക്ക് ഇപ്പൊ ആയിരിക്കുന്നത് കണ്ട് തന്റെ മകളുടെ പ്രസൻസ് അവിടെ അച്ഛന് ഫീൽ ചെയ്യാനായി സാധിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്ന് കരയുന്ന സമയത്ത് ആ മകൾ അദ്ദേഹത്തിന്റെ തലോടുന്നതായും അവളുടെ ആത്മാവ് പതിയെ ശാന്തി അടഞ്ഞ് അവിടെ നിന്ന് മായുന്നതായും പീച്ചിന് കാണാം. ആ അച്ഛനും ഒരുപാട് ഇമോഷണൽ ആവുന്നു. അദ്ദേഹത്തിന്റെ മകൾ ആത്മശാന്തി കിട്ടിപ്പോയതിൽ അദ്ദേഹം മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആ ഒരു ഇഷ്യൂവും സോൾവ് ചെയ്ത് തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തി. കാലിന് മുന്നേ പരിക്കേറ്റിരുന്നതിൽ മരുന്നൊക്കെ വെച്ച് കെട്ടുന്ന പീച്ചിന്റെ അടുത്ത് ഞാൻ കാരണമല്ല ചേട്ടന് പരിക്ക് പറ്റിയത്, എന്നെ രക്ഷപ്പെടുത്താനായിട്ട് വന്നല്ലേ എന്ന് പറഞ്ഞ് പാങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും സാറില്ല, നിനക്കൊരു അപകടം പറ്റില്ലല്ലോ, എനിക്ക് അതാ ഏറ്റവും വലിയ കാര്യമെന്ന് പീച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതേ ടീം ക്യാനാകട്ടെ ആ ഒരു മജീഷ്യൻ അച്ഛനെ ഫോൺ ചെയ്ത് ആളോട് അവിടെ തന്നെ സ്റ്റേ ചെയ്തോളാനും അദ്ദേഹത്തിന് എപ്പോ അവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നു അപ്പൊ പോയാൽ മതിയെന്നും ഹോം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അറിയിക്കുകയാണ്. അങ്ങനെ പിന്നീട് ക്യാനാകട്ടെ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ഹോമിന്റെ മുത്തശ്ശന്റെ ആ വലിയ ബംഗ്ലാവിൽ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഈ മജീഷ്യൻ താമസിച്ചിരുന്ന ആ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഫയൽ സെർച്ച് ചെയ്യാൻ പോയിരുന്നു. ആ സമയത്ത് ആൾക്ക് മറ്റൊരു ഫയലാണ് കിട്ടിയത്. ആ ഫയൽ അവൾ ഇതെന്താണെന്ന് അറിയാനായി നോക്കുമ്പോഴേക്കും അത് കാണുന്ന അങ്കിളാട്ടെ ഇതല്ല നിനക്ക് വേണ്ട ഫയൽ എന്ന് പറഞ്ഞ് കറക്റ്റ് ഫയൽ എടുത്തു കൊടുത്തിട്ട് എന്ത് വേണേലും ഇനി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തു തരാന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ക്യാൻ ഈ അങ്കിള് കാണാതെ മുന്നേ തെറ്റിയെടുത്ത ആ ഒരു ഫയലിനകത്തുണ്ടായിരുന്ന ഒരു പൊതി കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾ ഫ്രീ ആയി സമയം കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു എൻവലപ്പ് തുറന്നു നോക്കുമ്പോൾ അതിലൊരു പെൻഡ്രൈവ് ആണ്. ഈ പെൻഡ്രൈവിൽ എന്താണെന്ന് അറിയാനായി ക്യാൻ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് നമ്മൾ ഹോമിനെ കാണുമ്പോൾ ഹോം കുളിച്ചുകൊണ്ട് വളരെ ആലോചനയിലാണ്. അവൻ ആലോചിക്കുന്നത് പീച്ചിനെ പറ്റിയാണ്. പീച്ച് ഈ പ്രേതങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് ഹോം കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്തൊക്കെ തന്നെ പീച്ചിന്റെ കൈക്ക് ഒരു വിറയൽ വരാറുണ്ട്. ഒരു പക്ഷെ പ്രേതത്തെ കണ്ട് പേടിച്ച് അതിനുവേണ്ടി കുക്ക് ചെയ്യുമ്പോൾ വിറയ്ക്കുന്നതാണെന്നാണ് ആദ്യമൊക്കെ ഹോം വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ കണ്ട ഈ ഒരു കൊച്ചുകുട്ടിയുടെ പ്രേതത്തിന് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ പോലും അവന്റെ കൈ വിറച്ചത് ഹോം ശ്രദ്ധിച്ചിരുന്നു. ആ കുട്ടിയുടെ പ്രേതം അത്ര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പീച്ചിന് പേടിയുണ്ടായത്? ഒരുപക്ഷെ ഇനി വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ അവൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത്? ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നൊക്കെയാണ് ഹോം ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു പെൻഡ്രൈവിലുള്ളത് എന്താണെന്ന് ക്യാൻ പരിശോധിക്കുന്നു. അതിലൊരു ഓഡിയോ ആണ് അവൾക്ക് കേൾക്കാനായി സാധിക്കുന്നത്. ഹോമിന്റെ അങ്കിൾ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്ന ഓഡിയോ. ആ റെസ്റ്റോറന്റിൽ നടന്ന കാര്യം മൂടി വെച്ചേക്ക്, അതിനായിട്ട് ഞാൻ തനിക്ക് ഈ കാശ് തരുന്നില്ല അങ്കിൾ പറയുമ്പോ, പക്ഷെ അതൊരു കൊലപാതകമല്ലേ, അത് അങ്ങനെ അങ്ങ് പറ്റുമോന്നൊക്കെ ആ പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഈ കാശ് തരുന്നത് മൂടി വെക്കാനാ, അപ്പൊ താനത് ചെയ്തേ പറ്റൂന്ന് അങ്കിളും പറയുന്നു. ഇവിടെ അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ നടന്ന എന്തോ ഒരു പ്രശ്നത്തെ പറ്റി അങ്കിള് സംസാരിക്കുന്ന ഓഡിയോ ക്യാൻ കേൾക്കുന്ന ഇതേ സമയം തന്നെ പീച്ചാകട്ടെ കുക്ക് ചെയ്യാനായി അവന്റെ താമസ സ്ഥലത്തുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഫ്രിഡ്ജിൽ ചെറിയ മാഗ്നറ്റ്സും പല ഫോട്ടോസും ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എന്തോ എടുക്കുന്ന ടീം അതിലൊരു ഫോട്ടോ താഴെ വീഴുന്നു. ആ ഫോട്ടോ അവൻ എടുക്കുമ്പോൾ ആ ഫോട്ടോയിൽ 3 പേരുള്ളതായും
3 പേരും ഏതാണ്ട് ഒരു ഷെഫിന്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതായും നമുക്ക് കാണാം. അതിലൊന്ന് ഈ പീച്ചാണ്, രണ്ടാമത്തേത് ബെസ്റ്റ് ആണ്, പീച്ചിന്റെ ഫ്രണ്ട് ആയിരുന്ന ബെസ്റ്റിന്റെ വീട്ടിലെ പ്രേതം ഓടിക്കാൻ പീച്ച് പോകുന്നൊക്കെ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടിരുന്നല്ലോ. ഈ ബെസ്റ്റിന്റെയും പീച്ചിന്റെയും ഇടയിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഒരുപക്ഷെ ക്യാൻ കേട്ട ആ ഒരു ഓഡിയോയിൽ നടന്ന കാര്യത്തിനും ഈ ഒരു പീച്ച് പിടിച്ചിരിക്കുന്ന ഫോട്ടോയിലെ കാര്യങ്ങൾക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടോ, ഇനി അതുകൊണ്ടാണോ പീച്ചിന് ഇങ്ങനെ കൈക്ക് വിറയിൽ വന്നത് എന്നൊക്കെ ഒരു ഡൗട്ട്. എന്തായാലും പീച്ചിന്റെ പാസ്റ്റ് ലൈഫിൽ നടന്ന എന്തോ ഒരു ഇൻസിഡന്റുമായി ഹോമിന്റെ അങ്കിളിന് കാര്യമായ എന്തോ ഒരു പങ്കുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.